ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CSCB ആൻഡ് BSc മാത്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇറ്റാലിയൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ലൂജി ലുസാട്ടിയെക്കുറിച്ചും ഇറ്റാലിയൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു. ഇന്ന് നമ്മൾ ഡോക്ടർ വോളൻബെർഗിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഡോക്ടർ വോളൻബെർഗ് ഇറ്റാലിയൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കോപ്പറേറ്ററാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ നമുക്ക് എന്തൊക്കെയാണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് റൂറൽ ഏരിയാസ് ആയിരുന്നു. നമ്മൾ ലൂയിജി ലുസാട്ടി കണ്ടായിരുന്നു. അദ്ദേഹം മിഡിൽ ക്ലാസ് അർബൻ പീപ്പിളിൻ്റെ കീഴിലാണ്, അവർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്തത്. എന്നാൽ വോളൻബെർഗിൻ്റെ പ്രത്യേകത അദ്ദേഹം റൂറൽ ഏരിയ ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്ത കോപ്പറേറ്ററാണ്. ഇറ്റലിയിലെ റൂറൽ ഏരിയാസ് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്ത കോപ്പറേറ്ററാണ് ഡോക്ടർ വോളൻബെർഗ്. അതുപോലെ തന്നെ അദ്ദേഹമാണ് പയനിയർ ഓഫ് റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി ഇൻ ഇറ്റലി എന്നറിയപ്പെടുന്നത്. പയനിയർ ഓഫ് റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി, ഇറ്റലിയിലെ റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ ആരംഭിച്ച അതിൻ്റെ ഫാദർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഡോക്ടർ വോളൻബെർഗാണ്. അപ്പോൾ റൂറൽ ഏരിയാസിലാണ് അദ്ദേഹം വർക്ക് ചെയ്തത്. അതുപോലെ തന്നെ റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. ഇറ്റലിയിലെ റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ സൊസൈറ്റിയുടെ പ്രത്യേകതകളായിരുന്നു അൺലിമിറ്റഡ് സൊസൈറ്റിയാണ്. അതായത് ഡോക്ടർ വോളൻബെർഗിൻ്റെ സൊസൈറ്റികൾ അൺലിമിറ്റഡ് സൊസൈറ്റിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സൊസൈറ്റി മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്ന മോഡലാണ് റൈഫേസൻ മോഡലാണ് അദ്ദേഹത്തിൻ്റെ സൊസൈറ്റികൾ ഫോക്കസ് ചെയ്തിരുന്ന മോഡൽ. അൺലിമിറ്റഡ് സൊസൈറ്റിയാണ്. അതുപോലെ തന്നെ റൈഫേസൻ മോഡലാണ് അദ്ദേഹത്തിൻ്റെ സൊസൈറ്റികൾ. അതുപോലെ തന്നെ ഇദ്ദേഹം 1883 ആരംഭിച്ച റൂറൽ ബാങ്കാണ് കാസെ റൂറലി എന്നുള്ളത്. 1883 ഇദ്ദേഹം ഇറ്റലിയിൽ ആരംഭിച്ച റൂറൽ ബാങ്കാണ് കാസെ റൂറലി. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. കാസെ റൂറലി ആര് സ്ഥാപിച്ച, അല്ലെങ്കിൽ ഏത് കോപ്പറേറ്ററുടെ സംഭാവനയാണ്? അത് ഡോക്ടർ വോളൻബെർഗിൻ്റെ സംഭാവനയാണ് കാസെ റൂറലി. അത് 1883 റൂറൽ ബാങ്കായിട്ട് ഇറ്റലിയിൽ സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ ഡോക്ടർ വോളൻബെർഗിനെ കുറിച്ച് ഇത്രയും പോയിന്റുകൾ പഠിച്ചാൽ മതി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ എക്സ്ട്രാ പോയിന്റ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ അവ രേഖപ്പെടുത്തുവാനും മറക്കരുത്. അപ്പോൾ നമ്മളൊന്നുകൂടെ നമ്മുടെ വോളൻബെർഗിനെ കുറിച്ച് കാണുകയാണ്. റൂറൽ ഏരിയാസിലാണ് അദ്ദേഹത്തിൻ്റെ ഫോക്കസ് ഏരിയ. അതുപോലെ തന്നെ റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ സ്ഥാപിച്ചത് ഇറ്റലിയിൽ അദ്ദേഹമാണ്. അൺലിമിറ്റഡ് സൊസൈറ്റി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സൊസൈറ്റി. അതുപോലെ തന്നെ റൈഫേസൻ മോഡലാണ് അദ്ദേഹത്തിൻ്റെ സൊസൈറ്റിയുടെ മോഡൽ. അതുപോലെ തന്നെ കാസെ റൂറലി എന്നായിരുന്നു അദ്ദേഹം സ്ഥാപിച്ച റൂറൽ ബാങ്ക്. 1883 സ്ഥാപിക്കപ്പെട്ട റൂറൽ ബാങ്കിൻ്റെ പേര് കാസെ റൂറലി. അപ്പോൾ ഡോക്ടർ വോളൻബെർഗിനെ കുറിച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.